സായ്കുമാറിലേക്ക് ഒന്ന് പോകാം. സായ്കുമാർ, ഇപ്പോൾ പ്രസാദ് സൂചിപ്പിച്ച കാര്യം, രാഹുൽ ഈശ്വർ ആദ്യം ഒരു വീഡിയോ ചെയ്യുന്നു, അതിൽ സന്ദീപ് വാര്യരെ മെൻഷൻ ചെയ്യുന്നു, ഉടൻ സന്ദീപ് വാര്യർ ഒരു പോസ്റ്റ് ഇടുന്നു, അതിന് രാഹുൽ ഈശ്വറിന്റെ മറുപടി അതിന്റെ കമന്റായി വരുന്നു. എന്തൊക്കെയായിരുന്നു സൈബർ ലോകത്ത് രണ്ടുപേരും കൂടി കാട്ടിക്കൂട്ടിയത്? അതിലിപ്പോൾ ആദ്യത്തെ ആൾ രാഹുൽ ഈശ്വർ അകത്താവുകയാണ്, ജയിലിലേക്ക് പോവുകയാണ്. തീർച്ചയായും ഇത്തരം അധിക്ഷേപകർക്കുള്ള കൃത്യമായ മുന്നറിയിപ്പ് കൂടിയാണ് സുജയ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് സന്ദീപ് വാര്യർ അടക്കം ഇതിന് കൃത്യമായി വഴിമരുന്നിട്ട് കൊടുക്കുകയായിരുന്നു. എന്നിട്ട് അവസാനം ഞാനൊന്നും അറിഞ്ഞില്ലേ, ഞാനൊന്നും അങ്ങനെയൊന്നും ചിന്തിച്ചില്ലേ എന്ന് പറഞ്ഞ് നല്ല പിള്ള ചമയാനുള്ള ശ്രമവും ഇതിനിടയിൽ നമ്മൾ കണ്ടു. പക്ഷേ രാഹുൽ ഈശ്വർ കൃത്യമായി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് താൻ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത്, അതിനിയും തുടരും എന്ന്. നിയമവ്യവസ്ഥയ്ക്കകത്ത് നിന്ന് കസ്റ്റഡിയിലുള്ളപ്പോൾ തന്നെ യാതൊരു ഭയവുമില്ലാതെ വിളിച്ചു പറയുന്ന രാഹുൽ ഈശ്വറിനെയാണ് അല്പം മുമ്പ് വരെ നമ്മൾ കണ്ടത്. അങ്ങനെ ചെയ്യാനുള്ള കഴിയില്ല എന്ന് കൃത്യമായി ഇപ്പോൾ കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു. രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് അടക്കം പരിശോധിച്ചതിൽ നിന്ന് ഈ അതിജീവിതയുടെ ചിത്രങ്ങളടക്കം കോടതി കണ്ടു. അതോടൊപ്പം വീഡിയോ പരിശോധിച്ചു, 12ലധികം വീഡിയോകൾ. ആ തീർച്ചയായും നമുക്ക് ടി വി പ്രസാദ് തുടരുന്നുണ്ട്. ടി വി പ്രസാദ്, സൈബർ അധിക്ഷേപം, ആ പെൺകുട്ടിയെ സൈബർ ഇടത്തിലിട്ട് കൊത്തിക്കീറുകയായിരുന്നു ഈ വീഡിയോകളിലൂടെ രാഹുൽ ഈശ്വർ ചെയ്തത്. അതിജീവിതയ്ക്ക് കിട്ടുന്ന ആദ്യ നീതിയായി മാറുകയല്ലേ ഇന്നത്തെ ഈ ജാമ്യം നിഷേധിച്ചുകൊണ്ടുള്ള കോടതിയുടെ തീരുമാനം? പ്രസാദ്, അങ്ങനെ തന്നെ വിലയിരുത്തേണ്ടി വരും സുജിയ. കാരണം ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഇതിൽ റിമാൻഡ് ചെയ്യാനുള്ള ഒരു വകുപ്പുമില്ല എന്നൊക്കെയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാഹുൽ ഈശ്വർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ അതിനേറ്റ മുഖത്തേറ്റ അടിയാണ് ഇന്ന് കോടതിയുടെ തീരുമാനം എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നേരത്തെ സായി സൂചിപ്പിച്ചതുപോലെ 12ലധികം വീഡിയോകളിലായി ഈ പെൺകുട്ടിയെ മനസ്സിലാകുന്ന രീതിയിലുള്ള പരാമർശങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സന്ദീപ് വാര്യറിൻ്റെ ഫേസ്ബുക്ക് വാളിലുള്ള ഒരു പടം, ആ പടത്തിലേക്ക് ആളുകളെ എത്തിക്കുന്ന രീതിയിലുള്ള ഒരു റിക്രൂട്ടിംഗ് ഏജന്റിനെ പോലെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം. രാഹുൽ ഈശ്വർ പ്രത്യക്ഷമായി പറയുന്നത് താൻ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണയ്ക്കുകയാണ് എന്നുള്ളതാണ് പ്രത്യക്ഷത്തിൽ പറയുന്നതെങ്കിലും അതിലേതാണ്ട് ഭൂരിപക്ഷം സമയവും ഈ പെൺകുട്ടിയെ അധിക്ഷേപിക്കാനാണ് രാഹുൽ ഈശ്വർ സമയം കണ്ടെത്തുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല സുജിയ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, അതൊരു തെറ്റായി രാഹുൽ ഈശ്വറിന് തോന്നുന്നില്ല എന്നുള്ളതാണ്. ഇനി ജാമ്യം കിട്ടി പുറത്തു വന്നാലും രാഹുൽ ഈശ്വർ ഇതേ നിലപാട് തുടരുമെന്ന് തന്നെയാണ് അല്പസമയം മുമ്പ് വരെയുള്ള പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. ചുരുക്കത്തിൽ ഈ പെൺകുട്ടിയെ അധിക്ഷേപിക്കാനും ആക്ഷേപിക്കാനും ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി സമൂഹത്തിൽ വരുന്ന രീതിയിൽ പ്രചരിപ്പിക്കാനുമുള്ള ഒരു വഴിയാക്കി രാഹുൽ ഈശ്വർ തന്റെ സമയത്തെ മാറ്റി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഗുരുതരമായ കാര്യം. അതേ ഗൗരവത്തോടുകൂടി ഇതിനെ പോലീസ് കാണുന്നു, അതേ ഗൗരവത്തോടുകൂടി പോലീസ് റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുന്നു, കോടതിയും അതേ ഗൗരവത്തോടുകൂടി ഈ വിഷയത്തെ എടുക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സൂചിപ്പിച്ചത് പ്രധാനപ്പെട്ട പോയിന്റാണ്. പെൺകുട്ടിക്ക് കിട്ടിയ ആദ്യ നീതിയായി വേണം ഇതിനെ കാണാൻ. കാരണം വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നവർക്കുള്ള അടിയാണ് ഇന്നത്തെ കോടതിയുടെ തീരുമാനം. നമുക്ക് കോടതി ഇപ്പോൾ എന്തൊക്കെയാണ് ഈ റിമാൻഡിലേക്ക് വിട്ടുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് എന്നത് കൂടി അറിയാം. ഹരിമോഹൻ ഉണ്ട് നമുക്കൊപ്പം. ഹരിമോഹൻ, 14 ദിവസത്തേക്കാണോ റിമാൻഡ്? എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജി, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ഈശ്വർ ചെയ്തിട്ടുള്ള വീഡിയോ, അതായത് അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ള വീഡിയോ, ആ വീഡിയോ നേരിട്ട് മജിസ്ട്രേറ്റ് സ്വന്തം ചേംബറിലെത്തി കണ്ടു എന്നുള്ളതാണ്. ആ വീഡിയോ തന്നെയാണ് രാഹുൽ ഈശ്വറിന് ഏറ്റവും അധികം കുരുക്കായത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നിലവിൽ അതിൻ്റെ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ആ ഉത്തരവ് ഇപ്പോൾ ഉടൻ തന്നെ അതിനകത്ത് കൂടുതൽ വിവരങ്ങൾ നൽകാവുന്നതാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് കരുതുന്നത് പ്രാഥമികമായിട്ട് പ്രഥമ ദൃഷ്ട്യാ യുവതി നൽകിയിട്ടുള്ള പരാതിയിലൊക്കെ തന്നെ കഴമ്പുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വീഡിയോ ദൃശ്യങ്ങൾ ഒപ്പം തന്നെ ഈ വീഡിയോ മറ്റു പല സ്ഥലങ്ങളിലേക്കും പങ്കുവെച്ചിട്ടുണ്ട്. അതായത് രാഹുൽ ഈശ്വറിന്റെ കയ്യിൽ മാത്രമല്ല ഈ വീഡിയോ ഉള്ളത്, സോഷ്യൽ മീഡിയയിൽ മാത്രം പോസ്റ്റ് ചെയ്തതല്ല. ഈ വീഡിയോയ്ക്ക് ആധാരമായിട്ടുള്ള ആ ചിത്രങ്ങൾ മറ്റു പല സ്ഥലങ്ങളിലേക്കും അയച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലും നിലയിൽ സംഘടിതമാണോ ഈ നീക്കം എന്നുള്ളതാണ് നിലവിൽ പരിശോധിക്കുന്നത്. എന്തായാലും രാഹുൽ ഈശ്വറിനെ കൊണ്ടുള്ള പോലീസ് വാഹനം പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ച. നിരാഹാര സമരത്തിലേക്ക് പോവാണ്. പച്ചക്കള്ളമാണ് ഈ കേസ്. ജയിലിൽ നിരാഹാര സമരത്തിലേക്ക് പോവാണ്. പച്ചക്കള്ളമാണ് ഈ കേസ്. പച്ചക്കള്ളം. അഡ്വക്കേറ്റും പോലീസും പറഞ്ഞത് പച്ചക്കള്ളമാണ്. ഞാൻ നിരാഹാര സമരത്തിലേക്ക് പോവാണ്. രാഹുൽ ഈശ്വറിനെ പൂജപ്പുര ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. പച്ചക്കള്ളമാണ് പറഞ്ഞിരിക്കുന്നതൊക്കെ, പച്ചക്കള്ളമാണ്. നിരാഹാര സമരം അനുഷ്ഠിക്കാൻ പോവുകയാണ് ജയിലിനുള്ളിൽ രാഹുൽ ഈശ്വർ. നമുക്കൊപ്പം ടി വി പ്രസാദ് ഉണ്ട്. ടി വി പ്രസാദ്, സ്വാതന്ത്ര്യ സമര പോരാളിയെ പോലെ സത്യഗ്രഹം നിരാഹാരം കിടക്കാൻ പോകുന്നു എന്നാണ് ഇപ്പോഴും പറയുന്നത്.
നമ്മൾ കുറച്ച് സമയം മുമ്പ് ഇത് തന്നെയാണ് സുജിയ പറഞ്ഞത്. അതായത് ഈ രാഹുൽ ഈശ്വറിന് ഒരു കാര്യവും മനസ്സിലാവില്ല എന്നുള്ളതാണ്. ഇനി ജയിലിലാക്കിയാലല്ല, ഇനിയിപ്പോൾ ശിക്ഷ കൊടുത്താലും രാഹുൽ ഈശ്വറിന് ഈ കാര്യങ്ങൾ മനസ്സിലാകാൻ സാധ്യതയില്ല എന്നതാണ്. കാരണം ഇപ്പോഴും താൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നു എന്നതല്ലാതെ മറ്റെന്ത് തെറ്റ് ചെയ്തു എന്നാണ് ഇപ്പോഴും രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്ന പേരിൽ വിളിച്ചു പറയുന്നത് എന്നതാണ്. മാങ്കൂട്ടത്തിനായി ബാറ്റ് ചെയ്യാൻ ഇറങ്ങി ഇപ്പോൾ ആ ബാറ്റ് ചെയ്ത ബാറ്റ്സ്മാൻ ജയിലിലേക്ക് പോവുകയാണ്. ജയിലിൽ നിരാഹാരം കിടക്കും എന്നുള്ളതാണ് ആ ഹീറോയുടെ പുതിയ പ്രഖ്യാപനം.